കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെപ്ലേഴ്സിൻ്റെ ഫസ്റ്റ് ലോ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ലോ ആണ്. സെക്കൻഡ് ലോ പറയുന്നത് ദ റേഡിയസ് വെക്റ്റർ ഡ്രോൺ ഫ്രം ദ സൺ ടു എ പ്ലാനറ്റ് സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഇപ്പോൾ ഇതാണ് സണ്ണ്, ഇത് പ്ലാനറ്റ് ആണെങ്കിൽ ഈ പ്ലാനറ്റ് ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഒരു സ്മോൾ ടൈമിൽ P1 എന്ന് പറഞ്ഞ P2ലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഏരിയ കവർ ചെയ്യുന്ന ഏരിയ A1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അത് സെയിം പ്ലാനറ്റ് P3 നിന്ന് P4ലേക്ക് മൂവ് ചെയ്യാണ്, ആ ഏരിയ A2 ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമും ഈ P3 നിന്ന് P4ലേക്ക് മൂവ് ചെയ്യാൻ ടൈമും സെയിം ആണെങ്കിൽ, അതായത് ഡെൽറ്റ ടി തന്നെയാണെങ്കിൽ ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആവണമെങ്കിൽ പ്ലാനറ്റ് എങ്ങനെ മൂവ് ചെയ്യണം? സണ്ണിൻ്റെ തൊട്ടടുത്തുള്ള റീജിയനിലെത്തുന്ന സമയത്ത് പ്ലാനറ്റ് വളരെ ഫാസ്റ്റായിട്ടും, പിന്നെ ഇവിടെ എത്തുന്ന സമയത്ത്, അതായത് സണ്ണിൽ നിന്ന് കുറച്ച് അകലെയുള്ള റീജിയനിലെത്തുന്ന സമയത്ത് പ്ലാനറ്റ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. ഇവിടെ എത്തുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, ഇവിടെ എത്തുന്ന സമയത്ത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ത് കിട്ടൂ? ഈ രണ്ട് ഏരിയ സെയിം ടൈമിൽ സെയിം ഏരിയ ആവുന്നുള്ളൂ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ P1 P2ലേക്ക് മൂവ് ചെയ്യുന്ന ടൈം ഡെൽറ്റ ടി ആയിട്ട് കൺസിഡർ ചെയ്യുക. R എന്ന് പറഞ്ഞതാണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. അത് ഡെൽറ്റ ടി മൂവ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. അതായത് R+δ, ഒരു സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് നമുക്കതിനെ R+Δr എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ആംഗിൾ ഇറ്റ്സ് എ സ്മോൾ ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഇത് സ്മോൾ ആംഗിൾ ആവുന്ന സമയത്ത് ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ട്രയാങ്കിൾ ആൻഡ് ഹെൻസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഹാഫ് BH ആണ്. ഇവിടെ ദിസ് ഈസ് ദ ബേസ്, ദറ്റ് ഈസ് R+Δr ഇസ് ദ ബേസ് ആൻഡ് ദിസ് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് H. ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ദെർഫോർ ആർക്ക് ഇസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു റേഡിയസ് വരും, ദറ്റ് ഈസ് R ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ത് കിട്ടും? R ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് the area of the small triangle will be given by delta A is equal to half into R+Δr into R delta theta. ഇതാണ് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് R² ഡെൽറ്റ തീറ്റ ഓർ R ഡെൽറ്റ R ഡെൽറ്റ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഏരിയ, the time rate at which the area swept out, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് dA/dt ആണ്. dA/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ A/Δt ആണ്. ഇവിടെ നമുക്ക് ഡെൽറ്റ A/Δt ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1/2 R² ഡെൽറ്റ തീറ്റ/Δt പ്ലസ് R ഡെൽറ്റ R ഡെൽറ്റ തീറ്റ/Δt എന്ന് കിട്ടും. അത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഹാഫ് ഈ ടേം കിട്ടും. ആൻഡ് ദെർഫോർ dA/dt ഈസ് ഈക്വൽ ടു 1/2 ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 R² ഡെൽറ്റ തീറ്റ/Δt പ്ലസ് R ഡെൽറ്റ R ഡെൽറ്റ തീറ്റ/Δt എന്ന് കിട്ടും. ഈ ഡെൽറ്റ ആറും ഡെൽറ്റ തീറ്റയും സ്മോൾ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും. അതിനെ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം ആൻഡ് ഇറ്റ് വിൽ ബി നെഗ്ലിജിബിൾ. നമുക്ക് പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? dA/dt ഈസ് ഈക്വൽ ടു 1/2 ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 R² ഡെൽറ്റ തീറ്റ/Δt മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ/Δtനെ നമുക്ക് dθ/dt എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെർഫോർ dA/dt ഈസ് ഈക്വൽ ടു 1/2 R² dθ/dt ഈക്വൽ ടു 1/2 R². dθ/dt എന്തായിട്ട് മാറും? തീറ്റ ഡോട്ട്. നമുക്കറിയാം ഒരു പോളാർ കോർഡിനേറ്റിൽ വെലോസിറ്റി എന്ന് പറയുന്നത് V is equal to R dot R cap പ്ലസ് R തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. ആൻഡ് വി ഹാവ് ദ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു R ക്രോസ് P ആണ്. ആൻഡ് ദ പീസ് മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം P ഈക്വൽ ടു mv ആണ്. അപ്പോൾ R ക്രോസ് mv എന്ന് കിട്ടും. ഈ വിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R ക്രോസ് m ഇൻറ്റു R ഡോട്ട് R ക്യാപ്പ് പ്ലസ് R തീറ്റ ഡോട്ട് R ക്യാപ്പ് എന്ന് കിട്ടും. R ക്യാപ്പിന് നമുക്ക്
ആർ ആർ ക്യാപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെന്തായിട്ട് മാറും? ആർ ആർ ക്യാപ്പ് ക്രോസ് എം ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ ആർ ക്യാപ്പ് ക്രോസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ് എന്ന് വരും. ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേം 0 ആയിട്ട് മാറും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എം ഇൻറ്റു ആർ 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 സ്ക്വയർ ആയിട്ട് മാറും. തീറ്റ ഡോട്ട് ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ഡോട്ട് എന്ന് പറയും. നമുക്കറിയാം അതെന്തായിരിക്കും? കെ ക്യാപ്പാണ്. ദർഫോർ നമുക്കതിന് എന്ത് എഴുതാൻ പറ്റും? എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ക്യാപ്പ് ക്യാപ്പ് എന്ന് എഴുതാം. ഈ എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എൽ ആണ്, ആംഗുലാർ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്കതിന് എന്ത് എഴുതാം? എൽ കെ ക്യാപ്പ് എന്ന് എഴുതാം. ആൻഡ് വി ഹാവ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എൽ സെഡ് ബൈ എം എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ആർ സ്ക്വയർ തീറ്റ ഡോട്ടിൻ്റെ വാല്യൂ ഡി എ ബൈ ഡി ടിൻ്റെ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഹാഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്നാണ്. അപ്പോൾ ആർ സ്ക്വയർ തീറ്റ ഡോട്ടിന് എൽ സെഡ് ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എൽ സെഡ് ബൈ 2m എന്ന് കിട്ടും. ഇവിടെ എൽ എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റം നമുക്കറിയാം. ഒരു സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഷുഡ് ബി കൺസേർവ്ഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ലോ ഓഫ് കൺസർവേഷൻ പ്രകാരം കൺസേർവ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൽ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് എൽ സെഡ് ബൈ 2m എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഡി എ ബൈ ഡി ടി, ദറ്റ് ഈസ് ദ ഏരിയൽ വെലോസിറ്റി, ഈസ് എ കോൺസ്റ്റൻ്റ്. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് കെപ്ലേഴ്സ് ലോ. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കെപ്ലേഴ്സ് തേർഡ് ലോ ആണ്. കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറയുന്നത് ടൈം പീരീഡ്, റെവല്യൂഷൻ്റെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ദ എലിപ്സ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സെമി മേജർ ആക്സിസിനും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we are considering equation for the magnitude of the angular momentum, and it is given by L is equal to mu r v theta. Plane polar coordinate v theta എന്ന് പറയുന്നത് r theta dot, അതായത് r d theta by dt ആണ്. അത് നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് L ഈക്വൽ ടു mu r സ്ക്വയർ d theta by dt എന്ന് കിട്ടും. or L by mu is equal to r square d theta by dt. ഇനി ഇക്വേഷന് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് L by 2 mu ഈക്വൽ ടു 1/2 r square d theta by dt വരും. ഈ ഡി ടി എൽ എച്ച് എസിലേക്ക് പോകുന്ന സമയത്ത് L by 2 mu dt ഈക്വൽ ടു ഹാഫ് r square d theta എന്ന് കിട്ടും. ഇനി ഈ ഒരു ഇക്വേഷന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് പീരീഡ് ആയിട്ടുള്ള ടി കിട്ടും. ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് ദ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിലുള്ള ഏരിയൻ്റെ ഡിഫറൻഷ്യൽ എലമെൻ്റാണ് ഈ ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഏരിയ ആയിരിക്കും, വിച്ച് ഇസ് ഏരിയ ഓഫ് ദ എലിപ്സ്. അപ്പോൾ ഈ സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് L by 2 mu integral 0 to t dt എന്ന് വരും. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് ഹാഫ് ആർ സ്ക്വയർ ഡി തീറ്റ വരും. അതെന്തായിരിക്കും? ഏരിയ ആയിരിക്കും. എൽ എച്ച് എസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L by 2 mu t ഈക്വൽ ടു ഏരിയ ഓഫ് ദ എലിപ്സ് ഈസ് ഗിവൺ ബൈ പൈ എ ബി. ഇത് നമുക്ക് ടി ഈസ് ഈക്വൽ ടു പൈ എ ബി 2 mu ബൈ എൽ എന്ന് കിട്ടും. ഇതിൽ സ്മോൾ എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസും ബി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സിസും ആണ് എലിപ്സിൻ്റെ. നെക്സ്റ്റ് നമുക്ക് സെമി മേജർ ആക്സിസിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മേജർ ആക്സിസിനുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു എലിപ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മേജർ ആക്സിസ്, ഇതാണ് ഇതിൻ്റെ മൈനർ ആക്സിസ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതായിരിക്കും ഇത് സെമി മേജർ ആക്സിസ്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷനും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് മേജർ ആക്സിസിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ കെപ്ലേഴ്സ് ഫസ്റ്റ് ലോൻ്റെ സമയത്ത് ഡിറൈവ് ചെയ്തിട്ടുള്ള ഓർബിറ്റൽ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓർബിറ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത് r ഈക്വൽ ടു r0 ബൈ 1 മൈനസ് ഇ കോസ് തീറ്റയാണ്. ഇതിൽ തീറ്റ 0 ആവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും, ദറ്റ് ഈസ് ആർ മാക്സ്. ആർ മാക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? r0 ബൈ 1 മൈനസ് ഇ എന്ന് കിട്ടും. ആൻഡ് വെൻ തീറ്റ ഈക്വൽ ടു പൈ
the R is R minimum. That is R minimum is equal to ഇവിടെ തീറ്റയ്ക്ക് പൈ കൊടുത്താൽ മതി, അതായത് R0/1 + E എന്ന് കിട്ടും. R മാക്സിമം എന്ന് പറയുന്നത് ഇവിടെയാണ് ഫോക്കസ് എങ്കിൽ സൺ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ R മാക്സ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കും. ഈ സൈഡിൽ നിന്നും സണ്ണിലേക്കുള്ള ഇതായിരിക്കും R മാക്സ്. ഇവിടുന്ന് ഇവിടേക്കുള്ളതായിരിക്കും R മിനിമം. നമുക്കറിയാം റിവോൾവ് ചെയ്യുന്ന സമയത്ത് R ഏറ്റവും മിനിമം ഇവിടെയായിരിക്കും ഉണ്ടാവുക, R മാക്സിമം ഇവിടെയായിരിക്കും ഉണ്ടാവുക. ഒരു സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ദ R മാക്സിമം ആൻഡ് R മിനിമം. നമുക്ക് എന്തെഴുതാം? A = R മാക്സ് + R മിനിമം. ഈ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R0 × 1/1 - E + 1/1 + E. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? R0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? R0 × 1 + E + 1 - E വരും. E ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 2 വരും. 2R0/1 - E × 1 + E എന്തായിട്ട് മാറും? 1 - E². നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ കിട്ടി? മേജർ ആക്സിസിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ R0ൻ്റെ ഇൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് A = 2L² /μc 1 - 1 + 2E L² μc² എന്ന് കിട്ടും. ഇതാണ് R0, ഇതാണ് E. ഈ 1 ക്യാൻസലായി പോകും. ബാക്കി എന്തുണ്ടാകും? L² /μc / -E L² μc² വരും. L² ക്യാൻസലാവും, μc ക്യാൻസലാവും. ബാക്കി അവിടെ എന്തുണ്ടാവും? -C/E. അപ്പോൾ സെമി മേജർ ആക്സിസ്. അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് -C/E ആണ്. സെമി മേജർ ആക്സിസ് എന്തായിരിക്കും? മേജർ ആക്സിസിനെ /2, അതായത് A/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -C/2E എന്ന് എഴുതാം. ആൻഡ് ഫ്രം ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ എലിപ്സ് ദ സെമി മൈനർ ആക്സിസ് ഈസ് ഗിവൺ ബൈ B is equal to L/√(-2μe). ഇനി എൻ്റെയും ബിൻ്റെയും വാല്യൂ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന് മുമ്പ് ആ ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത ശേഷം എൻ്റെയും ബിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4μ² π² A² B² ആയിരിക്കും. ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4μ² L² π² A -C/2 ആണ്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? C²/4E² ആണ്. ഇത് L/√(-2μe) ആണ്. സ്ക്വയർ ചെയ്യുമ്പം L² -2μe എന്ന് വരും. 4ഉം ക്യാൻസലാകും. μ² ഒരു മ്യൂവും ക്യാൻസലാകും. ഇവിടെ മ്യൂ ഉണ്ടാവും, π² ഉണ്ടാകും, C² ഉണ്ടാകും, -2 ഉണ്ടാവും. E × E² എന്ന് പറയുന്നത് E³ ആയിട്ട് മാറും. ഇനി ഇതിൽ E = -C/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് A = -C/E ഉണ്ട്. അതിൽ നമുക്ക് എന്ത് എഴുതാം? E = -C/A എന്ന് എഴുതാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? T² = μ π² C²/2C³ A³ എന്ന് കിട്ടും. C²ഉം ഒരു C²ഉം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് μ π² A³/2C എന്നായിട്ട് മാറും. നമുക്കറിയാം C എന്ന് പറയുന്നത് എന്തായിരുന്നു? G/mm ആയിരുന്നു. മ്യൂ എന്ന് പറയുന്നത് M × M/m + m ആണ്. ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? T² = m/m + m π²/2G/mm A³ എന്ന് വരും. ഇത് രണ്ടും ക്യാൻസലായി കഴിഞ്ഞാൽ π²/2G × m + m A³ എന്ന് വരും. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എന്തെഴുതാം? T² = K A³ എന്ന് എഴുതാം. K എന്ന് പറയുന്നത് π²/2G m + m ആണ്. അതായത് K എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദ സൺ ആൻഡ് ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്ലാനറ്റിനും ആക്ച്വലി ഓരോ K ആണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ പ്ലാനറ്റായിട്ടുള്ള ജുപ്പിറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാസ് റേഷ്യോ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. മാസ് റേഷ്യോ വിത്ത് സൺ, അതായത് സ്മോൾ m/M.
അത് ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് സോളാർ സിസ്റ്റത്തിലും എല്ലാ പ്ലാനറ്റിലും ഈ കെൻ്റെ വാല്യൂ നമ്മൾ സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ടി സ്ക്വയറിൽ കെ എ ക്യൂബിന് നമ്മൾ സ്മോൾ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 2 ഇൻറ്റു എ ആയിരിക്കും, സെമി മേജർ ആക്സിസ്. അപ്പോൾ നമ്മൾ ക്യൂബ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 8a ക്യൂബായിട്ട് മാറും. ഈ 8ഉം 2ഉം എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. 4π² ബൈ ജി എം ഇൻറ്റു എം ആണ് ഇൻറ്റു എ ക്യൂബ്. ദറ്റ് ഈസ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, വിച്ച് ഈസ് ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരിയഡ് ഓഫ് revolution is proportional to cube of the semi major axis, and it is the third law of Kepler.